ഹലോ ഹായ് ഡിയേഴ്സ്, വെൽക്കം ടു കുക്ക് വിത്ത് ജ്വൽ. ഇന്ന് നമ്മളൊരു അടിപൊളി ജ്യൂസ് ഉണ്ടാക്കാൻ പോവാണ് കേട്ടോ. ഇതിപ്പോൾ ട്രെൻഡിങ് ആയിട്ട് വൈറലായിട്ട് കേരളത്തിൽ നിൽക്കുന്നൊരു ജ്യൂസാണ്. നമ്മുടെ ABC ജ്യൂസ് കേട്ടിട്ടില്ലേ? ABC ജ്യൂസിൻ്റെ അളിയനായിട്ട് വരും ഈ ഒരു ജ്യൂസ്. ആപ്പിൾ, ബീട്രൂട്ട്, ക്യാരറ്റ് എന്നിവ ചേർന്ന് തയ്യാറാക്കിയ ABC ജ്യൂസായിരുന്നു കുറച്ച് നാളായിട്ട് ട്രെൻഡിങ്. ഇപ്പോൾ അത് അതിനെ കടത്തി വെട്ടാനായിട്ട് വന്നിരിക്കുന്ന ജ്യൂസാണ്. ഇതിനകത്ത് കുറച്ചും കൂടെ ഐറ്റംസ് ചേരുന്നുണ്ട് കേട്ടോ. ഞാനും കുടിച്ച് നോക്കി, ഡെയിലി ഇപ്പോൾ രാവിലെ കുടിക്കുന്നുണ്ട്. നല്ലൊരു ജ്യൂസാണ് ഇത്. ശരീരത്തിനുണ്ടാക്കുന്ന മാറ്റങ്ങൾ, അതുപോലെ തന്നെ നമ്മുടെ സ്കിന്നിന് ഒത്തിരി നല്ലതാണ്. അങ്ങനെ കുറേ ഗുണങ്ങൾ, ആരോഗ്യകരമായിട്ടും ചർമ്മത്തിനും വളരെയധികം ഗുണം നൽകുന്ന ജ്യൂസാണിത്. അപ്പോൾ ഇത് പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാനും പറ്റും. എന്നും ഫ്രൂട്ട്സ് കഴിക്കുന്നതിനേക്കാൾ അത് ജ്യൂസാക്കി കഴിക്കാൻ പെട്ടെന്ന് തന്നെ പറ്റുന്നൊരു ജ്യൂസ്. വലിയ ചിലവില്ലാതെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്നൊരു ജ്യൂസ് കൂടിയാണ് ഇത്. ഒരു ആപ്പിൾ എടുത്തിട്ടുണ്ട്, അതുപോലെ ഒരു ക്യാരറ്റ്, പിന്നെ എടുത്തിരിക്കുന്നത് നെല്ലിക്കയാണ്, പിന്നെ ബീട്രൂട്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഒപ്പം തന്നെ തണ്ണിമത്തനും കൂടെ ഞാൻ ചേർത്തിട്ടുണ്ട്. ഇപ്പോൾ എന്തായാലും നല്ല ചൂടുകാലമാണ്, അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു തണുപ്പും കൂടെ ആവട്ടെ എന്ന് വിചാരിച്ചാണ്. പിന്നെ ഈ തണുപ്പ് കഴിക്കാൻ പറ്റാത്തവർ ഒരിക്കലും ഈ ജ്യൂസിൽ നെല്ലിക്ക ഇടരുത് കേട്ടോ. നെല്ലിക്ക നല്ല തണുപ്പാണ് ശരീരത്തിന് നൽകുന്നതുകൊണ്ട് നെല്ലിക്ക ഇല്ലാതെ ബാക്കി ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് ഉണ്ടാക്കിയാൽ മതി, തണുപ്പ് കഴിക്കാൻ പറ്റാത്തവർ. അല്ലാതെ ഇപ്പോൾ ഈ ചൂടത്ത് നല്ല ഒരു തണുപ്പും കൂടെ കിട്ടാനായിട്ട് ഇത് മതി. അപ്പോൾ ഇതെല്ലാം കൂടി നമുക്ക് മിക്സിയിൽ നല്ലതുപോലെ അടിച്ചെടുക്കാം. അപ്പോൾ മിക്സിയുടെ ജാറിൽ ഇതെല്ലാം ഇട്ട് കൊടുത്തതിന് ശേഷം വേണമെങ്കിൽ ഒരു അര ഗ്ലാസ് വെള്ളം കൂടെ ചേർത്ത് നല്ല പൾപ്പായിട്ട് നന്നായിട്ട് ഇത് അരച്ചെടുക്കാം. ഇനി ഈ അരച്ചത് നമുക്ക് അത് ജ്യൂസ് മാത്രം നമുക്ക് എടുക്കാം, അതിൻ്റെ പിച്ചിട്ട് കളയാം. അപ്പോൾ ഈ അരച്ചെടുത്ത ജ്യൂസിന് വളരെയധികം ഗുണങ്ങളുണ്ട്. കാരണം ഇതിനകത്ത് ധാരാളം ഐറ്റംസ് അടങ്ങിയിട്ടുണ്ട്. അതിൻ്റെ കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽസ് ഞാൻ പുറകെ പറഞ്ഞു തരാം. ഇത് നമുക്ക് അരിച്ചെടുക്കാം. നമ്മുടെ ചർമ്മത്തിന് ഏറ്റവും നല്ല ജ്യൂസാണ് കേട്ടോ ഇത്. അതിന് നമ്മുടെ ശരീരത്തിൽ ചർമ്മത്തിലെ ചുളിവുകൾ മാറാനും അതുപോലെ തന്നെ ശരീരഭാരം കുറയ്ക്കാനും എല്ലാം തന്നെ ഈ ഒരു ജ്യൂസിന് സാധിക്കും, ABC ജ്യൂസ് പോലെ തന്നെ. പിന്നെ ആപ്പിളിലും ബീട്രൂട്ടിലും ക്യാരറ്റിലും ഒക്കെ ധാരാളം ആരോഗ്യ ഗുണങ്ങളുണ്ടെന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അതുപോലെ തന്നെ ഇത് എല്ലാം കൂടി ചേരുമ്പോൾ ചർമ്മത്തിന് വളരെ നല്ല ടോണിക്കായിട്ടാണ് പ്രവർത്തിക്കുന്നത്. ആപ്പിൾ ആൻറ്റി ഓക്സിഡൻറ്റുകളാൽ സമ്പുഷ്ടമാണ്, ധാരാളം നാരുകളുണ്ട്. അതുപോലെ തന്നെ വിറ്റാമിൻ A, C ഇതെല്ലാം ക്യാരറ്റിൽ അടങ്ങിയിട്ടുണ്ട്. അത് ചുളിവുകൾ നീക്കാനായിട്ട് സഹായിക്കും. ബീട്രൂട്ട് ആണെങ്കിൽ രക്തത്തിൽ ഹീമോഗ്ലോബിൻ്റെ അളവ് കൂട്ടാനും സഹായിക്കും. അപ്പോൾ ഇതാ നമ്മുടെ ജ്യൂസ് കറക്റ്റായിട്ട് പിഴിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമ്മൾ കഴിക്കേണ്ടത് രാവിലെയാണ് കേട്ടോ. ഈ ജ്യൂസായിട്ട് ഇങ്ങനെയല്ല നമ്മൾ കഴിക്കുന്നത്. നമ്മളിത് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചാണ് കഴിക്കുന്നത്. അപ്പോൾ ഓരോ ദിവസം എടുക്കാനായിട്ട് പാകത്തിന് നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഐസ് ട്രേയിൽ നമുക്കിത് ഒഴിച്ച് വയ്ക്കാം. അപ്പോൾ ഐസ് ട്രേയിൽ ഒഴിച്ച് ഇത് എടുത്ത് വെച്ചതിന് ശേഷം നമുക്ക് ഓരോ ദിവസവും രാവിലെയാണ് കേട്ടോ കഴിക്കേണ്ടത്. ദഹനം വർദ്ധിപ്പിക്കാനും അതുപോലെ തന്നെ ചർമ്മത്തെ ശുദ്ധീകരിക്കാനും ശരീരത്തിന് കൂടുതൽ ഊർജ്ജം നൽകാനും ഈ ജ്യൂസ് നമുക്ക് ഡയറ്റിൽ ഉൾപ്പെടുത്തിയാൽ വളരെ നല്ലതാണ്. അതുമാത്രമല്ല കോശങ്ങളെ പുനർജീവിപ്പിക്കുന്നതിനൊപ്പം തന്നെ ശരീരത്തിലെ വിഷാംശങ്ങൾ പുറന്തള്ളാനും രക്തസമ്മർദ്ദം കുറയ്ക്കാനും രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാനും എല്ലാം തന്നെ ഈ ജ്യൂസിനും കഴിയും. ദഹന പ്രക്രിയ ശരിയായിട്ടുള്ള രീതിയിൽ നടക്കാനും ഇതിന് സഹായിക്കും. അതുമാത്രമല്ല ശരീരഭാരം കുറയ്ക്കാനും പറ്റും. ഇനി നമുക്കിത് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചെടുക്കാം. അപ്പോൾ പിറ്റേ ദിവസം രാവിലെ ആകുമ്പോൾ നമുക്കിത് ഇതുപോലെ നല്ല കട്ടയായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇത് ഇനി ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചെറിയൊരു ചൂടുവെള്ളം, രാവിലെ നമുക്കറിയാമല്ലോ ചെറിയ ചൂടുവെള്ളം ഏറ്റവും നല്ലതാണ് കുടിക്കുന്നത്. അത് നമ്മുടെ ശരീരത്തിനും ദഹനത്തിനും എല്ലാം നല്ലതാണ്. അതും രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് മുമ്പ് അത് കഴിക്കുന്നത് വളരെ നല്ലതാണ്. അപ്പോൾ ചെറിയൊരു ചൂടുവെള്ളം എടുക്കുക. ആ ചൂടുവെള്ളത്തിലേക്ക് ഒരു ഐസ് ക്യൂബ് ഇട്ട് കൊടുക്കുക. ഐസ് ക്യൂബ് അല്ല, നമ്മുടെ ജ്യൂസ് ക്യൂബ് ഇട്ട് കൊടുക്കുക. ജ്യൂസ് ക്യൂബ് അതിനകത്തേക്ക് വരുമ്പോൾ തന്നെ അതിങ്ങനെ തണുത്തത് ചൂടുവെള്ളത്തിലേക്ക് വരുമ്പോൾ തന്നെ പെട്ടെന്ന് ഇങ്ങനെ അലിഞ്ഞു ചേരും. ഇനി നമുക്ക് മധുരം ആവശ്യമില്ല എന്നുള്ളവർ മധുരം ചേർക്കാതെ കഴിക്കാം. ഇനി കുറച്ച് മധുരം വേണം, ആ ഒരു ബീട്രൂട്ടിൻ്റെ ഒരു ചെറിയ ചവർപ്പൊക്കെ തോന്നുന്നുണ്ട് എങ്കിലും മാത്രം നമുക്ക് തേൻ ചേർത്ത് കൊടുക്കാം, അല്ലെങ്കിൽ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. പഞ്ചസാര ചേർത്ത് കൊടുക്കാൻ ഞാൻ പ്രത്യേകം പറയുന്നില്ല കേട്ടോ. ഇത്രയും ഹെൽത്തി ആയിട്ടുള്ള ജ്യൂസിൽ നമ്മളിനി പഞ്ചസാരയും കൂടെ ചേർത്ത് വിഷമയമാക്കണ്ടല്ലോ. അതുകൊണ്ട് നമുക്ക് നറുനീണ്ടി സിറപ്പോ അല്ലെങ്കിൽ പനങ്കൽക്കണ്ടത്തിൻ്റെ നല്ല സിറപ്പോ അങ്ങനെ എന്ത് വേണമെങ്കിലും ചേർത്ത് ചെറിയൊരു മധുരത്തിന് വേണ്ടിയിട്ട് കഴിക്കാം. ഞാനിവിടെ തേനാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ തേനും കൂടെ ആകുമ്പോഴേക്കും ഇച്ചിരി വണ്ണം കുറയ്ക്കാനൊക്കെ ഉള്ളവർക്കും വളരെ നല്ലതാണ്. കുട്ടികൾക്കും മുതിർന്നവർക്കും എല്ലാവർക്കും കഴിക്കാൻ പറ്റുന്ന ജ്യൂസാണ്. പിന്നെ എന്തെങ്കിലും രീതിയിലുള്ള ആരോഗ്യ പ്രശ്നമുള്ളവർ കഴിക്കാതിരിക്കുക. ഡോക്ടറുടെ ഒക്കെ അടുത്ത് ചോദിച്ചതിന് ശേഷം മാത്രം കഴിച്ചാൽ മതി കേട്ടോ. അപ്പോൾ നമ്മുടെ ജ്യൂസ് റെഡി ആയി കഴിഞ്ഞു. എല്ലാ ദിവസവും രാവിലെയും ഇത് കഴിച്ചോളൂ. അപ്പോൾ നിങ്ങളുടെ ഫ്രണ്ട്സിനും കൂടെ ഷെയർ ചെയ്യാൻ മറക്കണ്ട. വീണ്ടും നല്ല സൂപ്പർ വീഡിയോസുമായിട്ട് വരാം. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കണ്ട.